കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ദിവസങ്ങളിൽ ദൈവവചനത്തിലൂടെ നിങ്ങളെ ശുശ്രൂഷിപ്പാൻ കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിലും അതേറെ അനുഗ്രഹമായിരുന്നു. ഓരോ പ്രാവശ്യവും കർത്താവിൻ്റെ സന്നിധിയിൽ ഓരോ സെഷനിലേക്കുമുള്ള ആലോചനയ്ക്കായി ഇരിക്കുമ്പോൾ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ നിയോഗങ്ങൾ പ്രാപിപ്പാനായി ദൈവം എന്നെ സഹായിച്ചു. ആ കൃപയ്ക്കായി ദൈവത്തിന് മഹത്വം കരയറ്റുകയാണ്. ദൈവനിയോഗത്താൽ ഒരു ദേശത്തിൽ ചെല്ലുമ്പോൾ മാത്രമേ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകത്തുള്ളൂ. എങ്ങനെയെങ്കിലും തള്ളിക്കയറ്റിയാൽ അതുണ്ടാകത്തില്ല. ദൈവം അയച്ച് ദൈവത്തിൻ്റെ സമയത്ത് ദൈവത്തിൻ്റെ നിയോഗത്തിൽ എത്തിച്ചേരുമ്പോഴേ അത് സംഭവിക്കുകയുള്ളൂ. ആ ദൈവത്തിൻ്റെ വലിയ കൃപയ്ക്കായി ഞാൻ ദൈവത്തിന് മഹത്വം കരയറ്റുകയാണ്. ഈ തലമുറയിൽ, ഈ കാലഘട്ടത്തിൽ കർത്താവിൻ്റെ വചനം സംസാരിക്കുവാനായി ഒരു നിയോഗം എൻ്റെ മേൽ ലഭിച്ചത് ഓർത്ത് ഞാൻ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുന്നു. നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവസാന നിമിഷങ്ങളിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ഈ കോൺഫറൻസിൻ്റെ അവസാന കുറച്ച് മിനിറ്റുകളിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. ഈ ദിവസങ്ങളിലെല്ലാം കേട്ടതിൻ്റെ സംക്ഷിപ്തവും പ്രത്യേകിച്ച് ഇന്ന് രാവിലെ നിങ്ങളോട് അറിയിപ്പാനായി എൻ്റെ ഉള്ളിൽ തിടുക്കമുള്ള ഒരു വേദഭാഗം, ഇന്നലെ രാത്രി നമ്മൾ വായിച്ച് നിർത്തിയ വേദഭാഗമാണ്. 2-ാം അധ്യായം 4-ാമത്തെ വാക്യം. ആമോസ് പ്രവാചകന്റെ പുസ്തകം 2-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: യഹൂദയുടെ 3-4 അതിക്രമം നിമിത്തം അവർ യഹോവയുടെ ന്യായപ്രമാണത്തെ നിരസിക്കുകയും അവന്റെ ചട്ടങ്ങളെ പ്രമാണിക്കാതിരിക്കുകയും അവരുടെ പിതാക്കന്മാർ പിന്തുടർന്നു പോന്ന അവരുടെ വ്യാജമൂർത്തികൾ അവരെ തെറ്റി നടക്കുമാറാക്കുകയും ചെയ്തിരിക്കിയാൽ തന്നെ ഞാൻ ശിക്ഷ മടക്കിക്കളയുകയില്ല. വരുവീൻ, നമുക്ക് ഒരുമിച്ച് നടക്കാം എന്ന് പറയുന്നത്, കം വാക്ക് ഇൻ എഗ്രിമെന്റ് വിത്ത് ഗോഡ് എന്ന് പറയുന്നത്, 3-3 കണ്ട ആ വലിയ തീം, 2 പേർ തമ്മിൽ ഒത്താലല്ലേ അവർക്ക് ഒരുമിച്ച് നടക്കാൻ കഴിയത്തുള്ളൂ എന്ന് പറയുന്നത്, അതൊരു എൻകറേജ്മെന്റിന്റെ വാക്യമല്ല. ക്ലേശത്തിൽ നടക്കുന്ന ദൈവം, അതല്ല ആ വാക്യത്തിന്റെ പശ്ചാത്തലമോ അർത്ഥമോ. അതെന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നതല്ല, എന്നെ ഭയപ്പെടുത്തുന്ന ഒരു വാക്യമാണ്. If I am not in agreement with God, God has all the right to punish me എന്നുള്ളതാണ് ആ വാക്യത്തിന്റെ അർത്ഥം. ഞാൻ ആദ്യ സെഷനിൽ തന്നെ പശ്ചാത്തലം പറഞ്ഞത് നിങ്ങളിൽ കുറച്ചു പേരെങ്കിലും ഓർത്തിരിപ്പുണ്ട് എന്ന് ഞാൻ കരുതട്ടെ. ഞങ്ങളെ എന്തിനു പണിഷ് ചെയ്യുന്നു എന്ന് ചോദിച്ച യഹൂദയോടും ഇസ്രായേലിനോടുമുള്ള മറുപടിയാ, I have all the right to punish you because you have agreed to walk with me. Now when I see you, you are not there, you are way behind. I have the right to punish you because you did not keep the covenant. അതാണ് ആ വാക്യത്തിന്റെ അർത്ഥം. ഭയപ്പെടുത്തുന്ന ഒരു കോഷൻ ബോർഡാണ്. Come walk in agreement with God, otherwise there is fire on your head. Judgment is on the way എന്നുള്ളതാണ്. ഇത്രയും തീക്ഷ്ണമായ വാക്കുകളിലൂടെ പ്രവാചകൻ ഈ ഇസ്രായേലിനോടും യഹൂദയോടും പറയുന്ന വാക്ക് 2:5 പറയുന്നത്, ഞാൻ യഹൂദയിൽ ഒരു തീ അയക്കും. എന്നിട്ട് താഴോട്ടുള്ള വാക്യത്തിൽ പറയുന്നത്, ചവിട്ടി തേക്കുന്നത് പോലെ. 4-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടത്, കൊളുത്തിട്ട് പിടിക്കുന്നത് പോലെ ഇസ്രായേലെ, യഹൂദയെ ഞാൻ നിന്നെ പിടിക്കും. ഇത്ര വലിയ പാപം എന്തുവാ ചെയ്തത്? ഒരുമിച്ച് കവനന്റിൽ, സീനായി പർവ്വതത്തിൽ കിട്ടിയ കവനന്റ് പ്രകാരം ജീവിച്ചു പോന്നവർ എന്താണ് വലിയൊരു തെറ്റ് ചെയ്തത്? So much so that God is saying, I cannot tolerate this. I will send fire and burn you. എന്താ സംഭവിച്ചത്? ഇന്നലെ രാത്രി നമ്മൾ ചിന്തിച്ചത്, ന്യായപ്രമാണത്തെ നിരസിക്കുകയും അവന്റെ ചട്ടങ്ങളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്ത ഒരു തലമുറയായി കവനന്റ് കമ്മ്യൂണിറ്റി മാറി.
യഹൂദയോടാണ് ഇത് പറയുന്നതെന്ന് ഓർക്കണം. യെരുശലേം ദേവാലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം, ദാവീദിന്റെ നഗരമെന്ന വിളിപ്പേരുള്ള സ്ഥലം. ഞാൻ പറഞ്ഞല്ലോ, അവരെ അലസരാക്കി മാറ്റിയ കാരണങ്ങൾ എന്തായിരിക്കുമെന്ന് ഇന്നലെ രാത്രി നമ്മൾ ചിന്തിച്ചല്ലോ. ന്യായപ്രമാണം നിരസിക്കാൻ അവരെ ഒരുപക്ഷെങ്കിൽ പ്രേരിപ്പിച്ച ആദ്യ ഘടകം സാമ്പത്തിക ഉന്നമനത്തിന്റെ കൊഴുപ്പ് അവരുടെ കണ്ണിനെ അന്ധരാക്കി. ആനക്കൊമ്പുകളുള്ള കട്ടിലിൽ ചാരിക്കിടന്നപ്പം മറന്നുപോയി ന്യായപ്രമാണം വായിക്കുവാനും ധ്യാനിക്കുവാനും ജീവിതം അതിൻ പ്രകാരം ക്രമീകരിക്കുവാനും. സാമ്പത്തിക ഉന്നമനത്തിൽ നിഗളത്തിൽ പിടിപെട്ട് ദൈവത്തിന്റെ പാതയിൽ നിന്ന് അവർ മാറിപ്പോയി. മറ്റൊരു കാര്യം, കണക്ഷൻസിൽ അവർ ഗ്ലോറിഫൈ ചെയ്ത് ഒരു ഫോൾസ് സെൻസ് ഓഫ് സെക്യൂരിറ്റി ഉണ്ടായി. അവര് പറഞ്ഞത്, അസറിയ പുരോഹിതനുണ്ടല്ലോ, ഉസിയാവിനെ വരച്ചവരെ നിർത്തിയ ഭക്തനായ പുരോഹിതൻ ഞങ്ങളുടെ നാട്ടിലുള്ളപ്പോ ഞങ്ങളുടെ മേൽ തീ വരുമെന്നോ. ഞാൻ പറഞ്ഞല്ലോ, ഏത് ചർച്ചിലാണ് നമ്മുടെ അംഗത്വം എന്നുള്ളതല്ല, ആരാണ് നമ്മുടെ പാസ്റ്റർ എന്നുള്ളതല്ല, ആരാണ് നമ്മുടെ ഗ്രാൻഡ് ഫാദർ എന്നുള്ളതല്ല. നമ്മളെ അറിയുന്ന ദൈവം നമ്മുടെ കയ്യെ പിടിക്കാനാണ് താല്പര്യപ്പെട്ടിരിക്കുന്നത്. കുടുംബമായിട്ടുള്ളൊരു യാത്രയല്ല ഇത്, ഇൻഡിവിജ്വലായിട്ട് ന്യായപ്രമാണത്തെ അനുസരിക്കേണ്ട ഒരു യാത്രയാണ്. മൂന്നാമത്തെ കാര്യത്തിലാണ് നമ്മൾ ഇന്നലെ നിർത്തിയത്. ദൈവവചനത്തെ കുറിച്ച് തന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കി വചനത്തിന്റെ ശക്തിയെ ദുർബലപ്പെടുത്തുന്ന അനുഭവം ഉള്ളപ്പോ ന്യായപ്രമാണത്തിൽ നിന്ന് അവർ മാറി അവരുടെ ശ്രദ്ധ മറ്റ് കാര്യങ്ങളിലേക്ക് പോയി. എന്നെ അതിശയപ്പെടുത്തുന്ന ഒരു കാര്യം ബൈബിൾ തുറന്നു വെച്ച് എല്ലാവരും നോക്കണം. യഹൂദ ഇസ്രായേൽ രണ്ട് രാജ്യങ്ങളോടും വടക്കും തെക്കിനോടുമുള്ള ആ ശബ്ദം തുടങ്ങുന്നത് 2:4 അത് തീരുന്നത് 2:12 ഒരു ബ്രാക്കറ്റ് തുടങ്ങുന്നത് പോലെ ബ്രാക്കറ്റ് അവസാനിക്കുന്നത് പോലെ തുടക്കത്തിൽ പറയുന്നത് ന്യായപ്രമാണം നിങ്ങൾ നിരസിച്ചു, അവസാനം എന്തുവാ പറയുന്നത് 2:12 എന്നാൽ നിങ്ങൾ വൃദ്ധസ്ഥന്മാർക്ക് വീഞ്ഞു കുടിപ്പാൻ കൊടുക്കുകയും അടുത്തത് പ്രവാചകനോട് പ്രവചിക്കരുത് എന്ന് കൽപ്പിക്കുകയും ചെയ്തു. രണ്ടിടത്തും ഒരേ പ്രശ്നമാണ്. തെക്ക് യഹൂദയുടെ പ്രശ്നം ന്യായപ്രമാണം നിരസിച്ചു, വടക്ക് ഇസ്രായേലിന്റെ പ്രശ്നവും ഇത് തന്നെയാ. പ്രവാചകനോട് പറഞ്ഞു, കേക്കണ്ട, ദൂതൊന്നും ഇവിടെ പറയണ്ട, വചനം ഇവിടെ പറയണ്ട. പ്രവാചകനോട് പറയരുതെന്ന് പറഞ്ഞപ്പോ ഇന്നത്തെ രീതിയിൽ തെറ്റിദ്ധരിക്കരുത്. ഇന്നത്തെ കാറിന്റെ കളറും വണ്ടിയുടെ അത് കാണുന്ന പ്രവാചകന്റെ കാര്യമല്ല ഇവിടെ പറയുന്നത്. വചനം സംസാരിക്കുന്ന പ്രവാചകനെ കുറിച്ചാണ് പറയുന്നത്. പ്രവചനം ഇവിടെ വേണ്ട എന്ന് പറഞ്ഞാൽ വി ഡോണ്ട് ലൈക്ക് ടു ഹിയർ ദ കറക്റ്റീവ് റെബ്യൂക്കിംഗ് മിനിസ്ട്രി ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. ഈ ഒരു അവസ്ഥ ഉണ്ടാകുന്നത് രണ്ടിടത്തും ഒരുപോലെ വചനത്തിനെതിരെ ഒരു പോരാട്ടം ഉണ്ടായത്. യഹൂദക്കാര് അറിയാതെ പല കാരണങ്ങളുണ്ട്, ഞങ്ങൾക്ക് വേർഡ് വേണ്ട. മേളിലോട്ട് ചെന്നാൽ അവിടെയും ഞങ്ങൾക്ക് വേർഡ് വേണ്ട. അതിന്റെ നടുവിലാണ് ഈ കോൺഫറൻസിന്റെ ഒരു പ്രത്യേക നിയോഗമായിട്ട് പല സെഷനിലും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദൈവം ഈ ദേശത്ത് നിന്നും ഒരു ജനറേഷനെ എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. ആമോസ് ജനറേഷനെ എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. ദൈവവചനത്തിലുള്ള ശക്തി തിരിച്ചറിഞ്ഞ് ദൈവവചനത്തിന്റെ കൃത്യമായ വ്യാഖ്യാനത്തിലേക്ക് മടങ്ങി വരുന്ന ഒരു സമൂഹത്തെ, ഒരു ജനറേഷനെ ദൈവം ഈ കോൺഫറൻസിന്റെ അവസാന നിമിഷങ്ങളിലും അന്വേഷിക്കുന്നു. എക്കാലത്തെയും പ്രശ്നം വചനത്തോടാണ്, മറ്റുള്ള കാര്യങ്ങളോടൊന്നും അല്ല. ലീഗൽ കോംപ്ലിക്കേഷൻ ഒന്നും അല്ല ഇത്. ഇവിടുത്തെ പ്രശ്നം അയ്യോ നമുക്ക് പ്ലോട്ട് കിട്ടുമോ, ബിൽഡിംഗ് കിട്ടുമോ, മോർട്ട്ഗേജോ, ഇതൊന്നും അല്ല പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം ദൈവവചനം മുഴങ്ങാതെ സാങ്ച്വറി എന്ന് വിളിക്കപ്പെടുന്നിടത്തും കഥകളും തമാശകളുമായി സഭാരാധനകൾ മാറുമ്പോ ഓരോ സൺഡേയിലും ചെന്ന് "Thus saith the Lord" എന്നുള്ള ശബ്ദം കേൾക്കാതെ വരുമ്പോ അത് യഹൂദയ്ക്കും ഇസ്രായേലിനും പറ്റിയ അതേ പരാജയം നമ്മൾക്കും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കേൾക്കണം പ്രധാന കാര്യങ്ങൾ. ഞാൻ ചിന്തിക്കുക,
ഈ വലിയ കാര്യം ഇവരുടെ കയ്യിൽ നിന്നും പോയിട്ട് ഇവര് മനസ്സിലായില്ലേ? നമ്മുടെ കയ്യിലുള്ള മൊബൈൽ നമുക്ക് നഷ്ടപ്പെട്ടാൽ ഒരു 2 മിനിറ്റിനുള്ളിൽ അയ്യോ മൊബൈൽ കാണുന്നില്ലല്ലോ. നമ്മുടെ കൂടെ കുഞ്ഞ് നടന്നു പോവാണെങ്കിൽ കാണാതിരുന്നാൽ കുറച്ച് മോനെന്തിയെ ന്യായപ്രമാണം കൈ കൊടുത്തതല്ലേ, യഹൂദയുടെ കയ്യിൽ നിന്ന് പോയിട്ട് അവർക്ക് ഒരു പ്രശ്നമില്ല. ഇസ്രായേലിന്റെ കയ്യിൽ നിന്നും ന്യായപ്രമാണം പറയണ്ടെന്ന് പറഞ്ഞിട്ടും ഒരു പ്രശ്നമില്ല. അതെന്താ അവർക്കൊരു വാക്യൂം വരാത്തത്? എന്താ അവർക്ക് ശൂന്യത തോന്നാത്തത്? എന്തോ ഞങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടല്ലോ എന്ന് തോന്നാത്തത് എന്താ? അതിനൊരു കാരണമുണ്ട്. ആ കാരണം 2:4 വാക്യത്തിന്റെ 2-ാം ഭാഗത്തിൽ ശ്രദ്ധിച്ചു നോക്കണം. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, പിതാക്കന്മാർ പിന്തുടർന്നു പോന്ന, അടുത്ത വാക്ക് കാണുന്നവർ എന്നോടൊപ്പം ചേർന്ന് ഉറക്കെ വായിക്കണം, അവരുടെ വ്യാജമൂർത്തികൾ അവരെ തെറ്റി നടക്കുമാറാക്കി. കേൾക്കണം, വ്യാജമൂർത്തി. ചില ഇംഗ്ലീഷ് പരിഭാഷയിൽ false gods. എന്നാൽ ആ എബ്രായ പദം ഒരു പ്രത്യേക യുണീക്ക് ഒരു പദമാണ്. ആ എബ്രായ പദം ഒരിടത്ത് പോലും പഴയ നിയമത്തിൽ നോക്കുമ്പോ ഗോഡ്സ് എന്നുള്ള വാക്ക് അതിനോട് ചേർത്ത് വെച്ചിട്ടില്ല. അതിന്റെ അർത്ഥമെന്ന് പറയുന്നത്, അസലർത്ഥം വ്യാജമൂർത്തി എന്നുള്ളത് ഒരു ഇന്റർപ്രിട്ടേഷൻ ട്രാൻസ്ലേഷനാണ്. മൂർത്തി എന്നുള്ള പദം അവിടെ ഹീബ്രുവിൽ ഇല്ല, ഗോഡ് എന്നുള്ള പദം അവിടെ ഇല്ല. അത് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുക. വാസ്തവത്തിൽ അവിടുത്തെ പദത്തിന്റെ അസലായ പൊളിച്ചുള്ള അർത്ഥം, ന്യായപ്രമാണത്തെ നിരസിച്ച് പിതാക്കന്മാർ ചെയ്തതുപോലെ മായകൾ കേൾക്കാൻ അവർ ഇഷ്ടപ്പെട്ടു. വ്യാജമൂർത്തി എന്നുള്ളതിന്റെ അസൽ പരിഭാഷ മായ, ഫോൾസ്. കുറച്ചുകൂടെ മനസ്സിലാവുന്ന ഭാഷയെ പറഞ്ഞാൽ ലൈ, കള്ളം കേൾക്കാൻ ഇഷ്ടപ്പെട്ടു. അതാ മിസ് ചെയ്യാഞ്ഞത്. കുഞ്ഞെന്തിയെ? കുഞ്ഞുണ്ട്. എന്തിയെ? മൊബൈൽ ഉണ്ട്. പഴയ സാധനമല്ല, വേറൊരു സാധനം അതിന്റെ പ്ലേസിൽ വന്നു. ന്യായപ്രമാണം കയ്യിൽ നിന്ന് പോയത് തിരിച്ചറിയാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, ആ ന്യായപ്രമാണത്തിന്റെയും സ്ക്രിപ്ചറിന്റെയും യഥാർത്ഥ ദൈവത്തിന്റെ അരുളപ്പാടിനെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ മായയുടെ ഒരു സന്ദേശം പുൾപിറ്റിൽ വന്നു. അന്ന് വന്നു. അതുകൊണ്ടാ എന്ത് തോന്നിയവാസം കാണിച്ചിട്ടും വടക്കിലുള്ള ഇസ്രായേൽ മക്കൾക്ക് ഒന്നും തോന്നിയില്ല. ചിലപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കത്തില്ല, എടാ ഇത് ഒന്നും തോന്നുന്നില്ലേ? ഒന്നും തോന്നത്തില്ല. കാരണം അവിടെ ഇരിക്കുന്ന പുരോഹിതൻ അമസ്യാവ് എന്ന് പറയുന്ന ആള് പറയുക ഓരോ സൺഡേയിലും, God will bless you, God's hand is on you. ഇവിടെ ചൂഷണം ചെയ്തിട്ടും ഇമ്മോറാലിറ്റി കാണിച്ചിട്ടും ലോകക്കാര് ചെയ്യാത്ത പരിപാടികൾ കാണിച്ചിട്ടും സൂട്ടും കോട്ടും വന്നിരിക്കുക. പക്ഷെ അമസ്യാവിന്റെ ദൂത് ന്യായപ്രമാണത്തിന്റെ ശബ്ദമല്ല, ഒരു മായാ സന്ദേശം. ആ മായാ സന്ദേശം വന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഇന്നത്തെ ആമോസന്മാരുടെ നാക്കിന് പിടിയിട്ടത് എന്താണെന്നറിയോ? നമ്മുടെ പലരുടെയും ചർച്ചുകളിലെ സന്ദേശത്തെ ഇവാലുവേറ്റ് ചെയ്യുന്നത് ആരാണെന്നറിയോ? നേരെ ചൊവ്വേ വീണ്ടും ജനനം പോലും പ്രാപിക്കാത്ത കുറെ പിള്ളേരാണ് ഇത് ജഡ്ജ് ചെയ്യുന്നത്. ഒരു പ്രസംഗം കേട്ടിട്ട് മോൻ ഇഷ്ടപ്പെട്ടോ? മോൻ ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് ഈ പാസ്റ്ററങ്കിളിനെ വിളിക്കാം. അപ്പൊ പാസ്റ്ററങ്കിളിന്റെ നാവേൽ ഒരു പിടി വന്നു. എന്തോ പിടി വന്നു? ഇഷ്ടപ്പെടുന്നതേ പറയാവൂ. ആദ്യത്തെ ഇന്റർവ്യൂവിന് ചെന്ന് നിൽക്കുമ്പോഴേ കൈയും കാലും പറിച്ചോണ്ടാ, ദൈവമേ എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്താകും എന്റെ സ്ഥിതി? അതുകൊണ്ട് മാക്സിമം പോളിഷ് ചെയ്ത് നോക്കി. പ്രസംഗം 1 ആവർത്തി വായിച്ചു, 2 ആവർത്തി വായിച്ചു. കാരണം ഇറ്റ് ഷുഡ് നോട്ട് ഹേർട്ട് എനിവൺ. കാരണം ആരൊക്കെയോ പറഞ്ഞു, ഓൾറെഡി വി ആർ സ്ട്രെസ്ഡ്. We are coming to the church not to have more stress. We are coming to the church to feel good, happy, motivated.
അപ്പൊ മായ വന്നു പുൾപിറ്റിൽ. മായ വന്നെന്ന് പറഞ്ഞാൽ എന്തും ചെയ്തിട്ട്, എന്ത് കൊള്ളരുതായ്മയും കാണിച്ചിട്ട്, ലോക മനുഷ്യനെ പോലും ലജ്ജിപ്പിക്കുന്ന പരിപാടി കാണിച്ചിട്ടും ദൈവം നിന്നെ ഉയർത്താൻ പോകുന്നു, ദൈവം നിന്നെ മാനിക്കാൻ പോകുന്നു, നീ വാലല്ല നീ തലയാകാൻ പോകുന്നു. ഇതിനകത്ത് ഹല്ലേലൂയ പറഞ്ഞ് ഇളകുക എന്ന് മാത്രമല്ല, പല പുൾപിറ്റിൽ ഇരിക്കുന്നവരാണ് ചിന്തിക്കുന്നത്, പ്യൂസിൽ ഇരിക്കുന്നവരാ ചിന്തിക്കുന്നത് പുൾപിറ്റിൽ നിൽക്കുന്നവർ എന്ത് പറയണമെന്ന്. വീട്ടിൽ കൊണ്ടുപോയി ഒരു ഫുഡും കൊടുത്ത് ഡോളറും കൊടുത്തിട്ട് പറയും, പാസ്റ്ററെ ഇതൊന്നും നമുക്ക് മനസ്സിലാകുന്ന ഭാഷയല്ല, പാസ്റ്റർ കുറച്ചുകൂടെ ഇന്ന സബ്ജക്റ്റ് ഒക്കെ പറഞ്ഞാൽ നല്ലതായിരിക്കും. എന്തോ പറയണം പാസ്റ്റർ ടോക്ക് അബൌട്ട് ടൈം മാനേജ്മെന്റ്, ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ. Pastor, can you take a series on how to be successful next 7 weeks? How to be successful. Week 1, week 2, week 3, coaching അങ്ങോട്ട് കൊടുക്കുക. അപ്പോ ഇതന്ന് ഇസ്രായേലിൽ സംഭവിച്ചു, ഇതന്ന് യഹൂദയിൽ സംഭവിച്ചു. അവിടുത്തെ അമസ്യാവ് പറഞ്ഞു, ഒരു കുഴപ്പമില്ല, വിവാഹത്തിനോ ആര് വരത്തില്ലാലും ഞാൻ വരാം, പൈസ അയക്കാൻ മതി. എന്തും കാണിച്ചിട്ട് അവിടെ വന്നിരുന്നോ, ദശാംശം കൊടുക്കണമേ, നമ്മുടെ കൺസ്ട്രക്ഷൻ വരുന്ന സമയത്ത് ഓർത്തോണേ. ഈ വ്യാജന്മാരെ എല്ലാം കയറ്റി സ്ഥാനവും കൊടുത്തു, ഈ വ്യാജന്മാരെ എല്ലാം പൊക്കി വലിയ ആൾക്കാരാക്കി വെച്ചു. അമസ്യാവും വ്യാജന്മാരും എല്ലാം കൂടെ ചേർന്ന് ഒരു അസോസിയേഷൻ രജിസ്റ്റർ ചെയ്തു. ഇവിടെ പോയത് എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ ശബ്ദം ഇവിടെ നഷ്ടപ്പെട്ടു. ഞാനിത് വളരെ ഭയത്തോടും വിറയലോടുമാണ് ഇവിടെ പറയുന്നത്. ഞാൻ വിമാനം കയറി ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളെ ആരെയും പ്രസാദിപ്പിക്കാനല്ല. എനിക്ക് നല്ല ബോധ്യമുണ്ട്, ഈ സർമൺസിന് ഒരു ദിവസം ഞാൻ കണക്ക് കൊടുക്കേണ്ടി വരും. ആ ദിവസം ദൈവം എന്നോട് ചോദിക്കാൻ പോകുന്നത്, എടാ നിന്റെ പ്രായത്തിൽ ഞാൻ അങ്ങോട്ട് കയറ്റിവിട്ടത് നിന്റെ കുടുംബശ്രേഷ്ഠത കൊണ്ടോ വിദ്യാഭ്യാസം കൊണ്ടോ അല്ല, ഈ തലമുറയിൽ ദൈവത്തിന്റെ ശബ്ദം നീ സംസാരിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ട് നിന്റെ ഹൃദയത്തിൽ തന്നെ കുറെ ദൂതുകൾ നീ ആൾക്കാരെ കണ്ടപ്പം മാറ്റിയെങ്കിൽ കയ്യടി കിട്ടും. പക്ഷെ അവിടെ കേൾക്കാം, വെൽ ഡൺ എന്നല്ല, ഓ എന്തോ ഒരു പരാജയമായിരുന്നു നിന്റെ ശുശ്രൂഷ. ഒരാളെ മാത്രമല്ല നീ നശിപ്പിച്ചത്, ഒരു സമൂഹത്തെ മുഴുവൻ. യു ഹാവ് ലെഡ് അസ്ട്രേ വിത്ത് ദ ഡൈല്യൂട്ടഡ് മിനിസ്ട്രി ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. ഇങ്ങനൊരു പറച്ചിലുണ്ട് കേട്ടോ, ഇഫ് ദർ ഇസ് ഫോഗ് ബിഹൈൻഡ് ദ പുൾപിറ്റ്, if there is mist behind the pulpit, there will be fog in the pews. പുൾപിറ്റിന്റെ പുറകിൽ നിൽക്കുന്ന ആൾക്കൊരു ചെറിയ മൂടലുണ്ടെങ്കിൽ അവിടെ മഞ്ഞ് കട്ടയുണ്ടാവും. ഇതന്ന് ഇസ്രായേലിലും യഹൂദയിലും സംഭവിച്ചു. പ്രവാചകന്മാരോട് പറഞ്ഞു, കേക്കണ്ട, ഞങ്ങൾക്ക് ഇത് കേക്കണ്ട, ഞങ്ങൾക്ക് കേക്കേണ്ടത് ലൈ, ഞങ്ങൾക്ക് മായ കേൾക്കണം. എല്ലാ സൺഡേയിലും ഒന്ന് പറയാമോ ഞങ്ങളെക്കുറിച്ച്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് മായ പറയാമോ? കർത്താവ് എന്നോട് ഈ കഴിഞ്ഞ രാത്രിയിലും ഇന്ന് പകലുമായിട്ട് ഇടപെട്ടത്, ഈ വ്യാജത്തെ എല്ലാം ദൈവം പൊളിക്കാൻ പോവുകയാ വരുന്ന ദിവസങ്ങളിൽ. കർത്താവദാസൻ ഡോക്ടർ ടിങ്കു തോംസൺ ഇവിടെ വലിയ വിഷൻ ഇവിടെ പറഞ്ഞല്ലോ. ഇത് ഒരു ഡേഞ്ചറസ് കാലഘട്ടത്തിലേക്കാണ് ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് കയറുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ, when you have visionary leaders in the front, you have to be very careful. If you are not aligning yourself with the vision which God gave to the man of God, you are in a danger zone. എൻ്റെ മനസ്സിൽ വന്ന ആ ഒരു ചിത്രം ഞാനങ്ങ് പറയുക കേട്ടോ. ഈ റോഡിന് കുറുകയായി മരം വെട്ടിയിട്ടിരിക്കുന്ന പോലെ, എന്ന് പറഞ്ഞാൽ ഇതിന് ജീവനുമില്ല, ഇതിനെ മാറ്റാനും ഒക്കത്തില്ല. യഥാർത്ഥ കള്ളങ്ങളെ പൊളിച്ച് പ്രവചന ആത്മാവിൽ ശുശ്രൂഷിക്കുന്നതിന് തടസ്സമായി, വിഷനിൽ മുമ്പോട്ട് പോകുന്നതിന് തടസ്സമായി ചില ലോക്കൽ ചർച്ചസിൽ കിടപ്പുണ്ട് വലിയ മരങ്ങൾ.
ഇത് വർഷങ്ങളായിട്ട് കിടക്കുകയാണ്. ഇത് പ്രസംഗത്തെ ഇവാലുവേറ്റ് ചെയ്ത് ശുശ്രൂഷകന്റെ മൂർച്ചയെ ഒടിച്ച് ഇതിങ്ങനെ കിടക്കുകയാണ്. കേൾക്കണമേ, ഈ 19ാമത് കോൺഫറൻസ് ഇതൊരു ഹിസ്റ്റോറിക് കോൺഫറൻസ് ആണ്. ഇങ്ങനെ തടങ്കലായി നിൽക്കുന്നവരെ ദൈവം നീക്കം ചെയ്യുന്ന കാലഘട്ടം അടുത്തിരിക്കുന്നു. Wake up church, wake up church. This is the season of God for Sharon Fellowship Church. ഇത് ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചുകളുടെ ഒരു സീസണാണ്. ചർച്ച് ഗ്രോത്തിന്റെ ഒരു സീസണാണ്. പ്രൊഫറ്റിക് പ്രീച്ചിങ്ങിന്റെ ഒരു സീസണാണ്. ഇതിന് തടസ്സമായി ഹല്ലേലൂയ പറയാതിരുന്നാൽ ഫ്രണ്ടിൽ നിൽക്കുന്നവർക്കല്ല പോകുന്നത്. യു ആർ ഇൻവൈറ്റിംഗ് ഡൂം ഓൺ യുവർസെൽഫ്. ഇറ്റ് ഈസ് ഡേഞ്ചറസ് ടു പ്ലേ വിത്ത് ദ ലിവിംഗ് ഗോഡ്. വി ആർ സീറ്റഡ് ഇൻ ദ ഹൗസ് ഓഫ് ഗോഡ് ആൻഡ് വി ആർ ഇൻ ദ പ്രസൻസ് ഓഫ് ആൻ ഓൾമൈറ്റി, ഓൾ പവർഫുൾ, ഓൾ നോയിങ് ഗോഡ് who is not influenced by our dollar or influence. അന്നത്തെ കാലഘട്ടം പോലെ ഒരു കാലഘട്ടം ഇന്നും വന്നു. പുൾപിറ്റിൽ കയറിയവരും കുറച്ചു പേര് പറഞ്ഞു. എന്തോ പറഞ്ഞെന്നറിയോ? അവര് വചനം അല്ല വേണ്ടി, പിന്നെന്തോ വേണം? തീ തീ തീ. 1 മണിക്കൂർ പ്രസംഗിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് കഴിയുമ്പം വചനമൊക്കെ നമ്മൾ എത്ര കേട്ടതാ, നമുക്കിന്ന് തീ വേണം. വചനമില്ലാതെ തീ ഉണ്ടോ? വചനമില്ലാതെ തീ ഇവിടെ ഉണ്ട്. 2:5. അതെന്തോ തീയാണെന്നറിയാവോ? ന്യായപ്രമാണം നിരസിച്ചുകൊണ്ട് ഒരുവൻ പറയുക ഇന്ന് തീയുടെ അഭിഷേകം എന്ന് പറഞ്ഞാൽ അത് ഉണർവിന്റെ ലക്ഷണമല്ല, അത് ന്യായവിധിയുടെ തീയാണ്. ഞാൻ വിശ്വസിക്കുന്നു തീയിൽ. ഏത് തീയാണെന്നറിയാമോ? വചനമെന്ന ആ ശബ്ദം എന്നിലേക്ക് വരുമ്പോ യെരമ്യാവിന്റെ അസ്ഥികളിൽ അത് തീയായി മാറിയതുപോലെ, എമ്മോസിലേക്ക് പോയവരുടെ ഹൃദയം കത്തിച്ചതുപോലെ ശുദ്ധീകരിക്കുന്ന തീയിൽ ഞാൻ വിശ്വസിക്കുന്നു. വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അഗ്നി പോലെ ഹൃദയത്തെ സ്പർശിക്കുന്ന തീയിൽ ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ വചനമില്ലാത്തൊരു തീ, അത് അമസ്യാവിന്റെ തീയാ. യു ഹാവ് ടു ബി കെയർഫുൾ. വചനം വേണ്ട, തീ മതി എന്ന് പറയുന്നവരെ സൂക്ഷിക്കുക. അത് അമസ്യാവെല്ലാം കൂടെ കുഴയ്ക്കാൻ നോക്കിയതുപോലെ കുഴയലാണത്. യഥാർത്ഥ അഗ്നി വന്നത് എപ്പോഴാണെന്നറിയാമോ? പെന്തക്കോസ് ദിവസം പത്രോസ് പറഞ്ഞത്, അഗ്നിനാവ് പോലെ പിറന്ന നാവുകൾ വന്നപ്പോ പറഞ്ഞത്, യോ എൻ്റെ മേൽ അഭിഷേകമാണ്, എനിക്ക് വചനം പോലും ശുശ്രൂഷിക്കാൻ ഒക്കുന്നില്ലെന്നല്ല പറഞ്ഞത്. ആത്മനിയോഗം പ്രാപിച്ചവൻ, അഗ്നിനാവ് പോലെ പിളർന്ന നാവ് വന്നവൻ ധൈര്യത്തോടെ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കാൻ തുടങ്ങി. അവിടെ നിന്ന് 3000 പേര് പറഞ്ഞു, രക്ഷ പ്രാപിപ്പാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? ഇത് നിങ്ങളുടെ ലോക്കൽ ചർച്ചുകളിൽ നടക്കാൻ പോവുകയാണ്. അനേക നാളുകളായി അവിടെ കോൾഡായിട്ടിരുന്നവർ, തണുത്തിരുന്നവരെ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്ന പ്രൊഫറ്റിക് പ്രീച്ചിങ്ങിന്റെ സീസൺ ദൈവം തുറക്കാൻ പോവുകയാണ്. മറ്റു പല ചർച്ചസിലെ ഉള്ളായിരുന്നു ഇത്. നമ്മുടെ ഇടയിലോട്ട് ഇപ്പൊ ഇത് കയറി. ഏതാണെന്നറിയോ? സെൻസേഷണലിസം. അങ്ങനെ ഒരു പ്രീച്ചിങ്. എന്തുവാ സെൻസേഷണലിസ്റ്റിക് പ്രീച്ചിങ് എന്ന് പറഞ്ഞാൽ? I am studying what people want. എന്തോ ആൾക്കാർക്ക് വേണ്ടിയതെന്നൊരു സ്റ്റഡി നടക്കുക. ചിലപ്പോൾ അതിന് മാഗസീനും അതും ഇതൊക്കെ കിട്ടും. എന്നിട്ട് ഞാൻ ഇരുന്ന് ഒരുക്കുക മനുഷ്യർക്ക് വേണ്ടിയത്. വാക്യങ്ങൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വായിക്കും. സങ്കീർത്തനത്തിൽ നിന്ന് ഒരെണ്ണം വായിക്കും, എസെക്കിയേലിൽ നിന്ന് ഒരെണ്ണം വായിക്കും. ഇതൊന്നും അതിൻ്റെ അർത്ഥത്തിലല്ല ഇത് വായിക്കുന്നതും വ്യാഖ്യാനിക്കുന്നതും. എനിക്ക് പറയാനുള്ളത് പറയാൻ വേണ്ടി വാക്യങ്ങളുടെ സഹായം കൊണ്ട് ഉപയോഗിക്കുന്നു എന്നേ ഉള്ളൂ. ഞാൻ ഇന്നലെ വീട്ടിൽ ചെന്നപ്പോ, തിരിച്ച് റൂമിൽ ചെന്നപ്പോ, എന്നെ സ്നേഹിക്കുന്ന നമ്മുടെ ഇടയിലെ ഒരു കർത്തദാസ് ഒരു കൊട്ടേഷൻ എനിക്ക് അയച്ചു തന്നു. പ്രസംഗത്തെ കുറിച്ച് ഒരു ഭക്തൻ പറഞ്ഞത്, പ്രീച്ചിങ് ഈസ് എ ഡേഞ്ചറസ് തിങ്. പ്രസംഗം ഭയങ്കര പേടി ഉണ്ടാക്കേണ്ട ഒരു കാര്യമാണ്. എന്താണെന്നറിയോ? ഇറ്റ് ഈസ് ഡേഞ്ചറസ് ഫോർ ദ പ്രീച്ചർ ഇഫ് ഹി ഈസ് പ്രീച്ചിങ് the wrong message. It's dangerous because he has to give an account. It is dangerous for the people if he is preaching the right message because they have to give an account. എന്നിട്ട് കൊട്ടേഷൻ തീരുന്നത് എങ്ങനെയാ? In the last days we need
dangerous men who will go up to the pulpit. They will fear only sin. They will please only God. They are not preaching for money or position. They are not insecure what people will feel about my sermon, but they have received the sermon in the prayer room and with the authority of God, with the anointing of God. Like Amos, they are proclaiming the voice of God to the people of God. ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു കാര്യം പറയട്ടെ. നമ്മുടെ ഈ സമയം ഇവിടെ വരുന്നില്ല. അതുകൊണ്ട് താങ്ക് യു. ആമോസിന്റെ ഒരു കാര്യം കേൾക്കണം. ആമോസ് 2:4 മുതൽ ആരോടാ ഈ ദൂത് പറയുന്നത്? ന്യായപ്രമാണം നിങ്ങൾ നിരസിച്ചു എന്ന് ആരോടാ പറയുന്നേ? ഇപ്പൊ 4 സെഷൻ കേട്ടല്ലോ, നിങ്ങൾ പറയണം. ആരോടാ പറയുന്നേ? പറഞ്ഞു ഇവിടെ ഉത്തരം. ജൂഡ. എവിടത്തുകാരനാണ് ആമോസ്? കുറച്ചുപേര് തെറ്റിച്ചു. തെക്കോവക്കാരൻ. തെക്കോവ എവിടെയാ? ജൂഡ, സൗത്തിലാ. ആരോടാ പ്രസംഗിക്കുന്നേ? തെക്കുകാരൻ തെക്കോവയിൽ നിന്നുള്ള ആമോസ് തെക്ക് യഹൂദയോട് തന്നെയാ പറയുന്നത്, നീ ന്യായപ്രമാണം നിരസിച്ചു. അത് എളുപ്പമുള്ള കാര്യമാണോ? ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും, അയ്യോ എന്നെ അങ്ങ് നോർത്തിലോട്ട് വിട്ടോ, ഞാൻ അവിടെ വല്ലതും പോയി പ്രസംഗിക്കാം, പ്രവചിക്കാം, എനിക്ക് തിരിച്ച് മെയ് രക്ഷിച്ച് ഇവിടെ തിരിച്ചെത്തണം. വാസ്തവത്തിൽ ആമോസ് ചെയ്യുന്ന മിനിസ്ട്രിയുടെ റിസ്ക് നിങ്ങൾ കാണുന്നുണ്ടോ? എങ്ങോട്ടാ പോകുന്നേ? നോർത്ത്. ആ വടക്കിലിരിക്കുന്ന അമസ്യാവ് എന്തോ പറയുന്ന മിണ്ടിപ്പോയല്ലേ, യെരോബെയാമിനോട് ഞങ്ങൾ കംപ്ലൈന്റ് ചെയ്യും, നിന്നെ ഇല്ലാതാക്കും. ഒരു നിമിഷം ആമോസ് ചിന്തിക്കുകയായിരിക്കും, എന്റെ കർത്താവേ, വടക്ക് അമസ്യാവും യെരോബെയാമും നിൽക്കുന്ന എന്നെ ഇല്ലാതാക്കാൻ. ഞാൻ ആരോടും ദൂത് പറഞ്ഞു, എന്റെ ആൾക്കാരോടും ദൂത് പറഞ്ഞു, ന്യായപ്രമാണം നിങ്ങൾ നിരസിച്ചു. എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ചിലരുടെ കോളാണ് ഞാൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ there will come a point when you think, if I minister like this, I will neither be in north, I will not be in south. എന്റെ മിനിസ്ട്രി കഴിയുമോ കർത്താവേ? നോർത്തിലെ ആൾക്കാർ എന്നെ റിജക്ട് ചെയ്യും 100%. സൗത്തിലെ ആൾക്കാര് ഞാൻ അവരെയും സ്കോൾഡ് ചെയ്തു എന്റെ പ്രീച്ചിങ്ങിൽ. ഇനി ഞാൻ എവിടെ മിനിസ്റ്റർ ചെയ്യും? കേൾക്കണേ, ഒരു ജനറേഷനെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞത്, ഡോണ്ട് വറി അബൌട്ട് വേർ യു വിൽ മിനിസ്റ്റർ. ഫിലിപ്പോസിനെ പൊക്കിയെടുത്ത് എത്യോപ്യക്കാരനായ ഷണ്ണന്റെ അടുക്ക നിർത്തിയതുപോലെ ഈ ആമോസ് ജനറേഷനെ ദൈവം പൊക്കിയെടുത്ത് ദൈവത്തിന് വേണ്ടിയെടുത്ത് അവരെ പ്ലേസ് ചെയ്യാൻ പോവുകയാണ്. അത് ഏറ്റെടുക്കാൻ ഇതിനകത്ത് ആളുണ്ടോ? അത് വിശ്വസിക്കാൻ ഇതിനകത്ത് ആളുണ്ടോ? You don't have to compromise your sermon to survive in the north. You don't have to compromise your sermon to have a welcome in the south. God will raise a generation. അവർ പറയാൻ പോകുന്നത്, I will sit and pray, may God send me wherever he wants me to go. അങ്ങനെയുള്ളവർ കാണാൻ പോവുകയാണ് അതിശയകരമായ വഴിയിൽ. യു വിൽ ബി സ്റ്റാൻഡിങ് പ്രൊക്ലെയിമിംഗ്, യു ഡോണ്ട് നോ ഹൗ ഡിഡ് ഐ കം ഹിയർ, ഹൂ ഇൻവൈറ്റഡ് മീ, ആരെനിക്ക് റെഫറൻസ് കൊടുത്തു. അതിനെ വിളിക്കുന്നതാണ് സിംഹഗർജനം കേട്ടവരുടെ കൂടെ യഹൂദ ഗോത്രത്തിലെ സിംഹം നടക്കുന്നു. അവരെ പേടിപ്പിച്ചിരുത്താൻ കഴിയുകയില്ല. കാരണം ഇതൊരു നിയോഗമാണ്, ഇതൊരു നിയോഗമാണ്. ഈ നിയോഗം ഷാരോൺ സഭകൾക്ക് കൈമാറാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. നമ്മുടെ കോൺഫറൻസ് ഇന്നുകൊണ്ട് കഴിഞ്ഞ്, ഇപ്പൊ എല്ലാരും കഴിഞ്ഞ് നമ്മൾ കഴിച്ച് തിരിച്ചു പോകും. നമ്മൾ അടുത്ത ആഴ്ചയിൽ എല്ലാവരും ലോക്കൽ ചർച്ചസിൽ പോയി ഇരിക്കാൻ പോവുകയാണ്. ഈ കോൺഫറൻസിന്റെ ഇമ്പാക്റ്റ് അറിയേണ്ടത് എപ്പോഴാണെന്നറിയോ? ഇവിടെ പറഞ്ഞതുപോലെ ഇവിടത്തെ ഫുഡിലോ ഇവിടെ എപ്പോഴാണെന്നറിയോ? ഇവിടെ പറഞ്ഞതുപോലെ ഇവിടത്തെ ഫുഡിലോ ഇവിടെ എത്ര പേര് വന്നു, ഇവിടെ പോലെ ആള് വന്നു, പാർക്കിംഗിലോട്ട് ഫുള്ളായിരുന്നു. ഇതിനകത്തൊന്നുമല്ല ഇതിന്റെ സക്സസ് അളക്കുന്നത്. അടുത്ത ഞായറാഴ്ച ഹോളിലോട്ട് കയറുമ്പോ ഞാൻ കൈ പിടിച്ചത് ജീവനുള്ള ദൈവത്തിന്റെ കൂടാണോ എന്ന് എനിക്ക് അറിയണം. പുൾപിറ്റിൽ പോകുന്നവർ ഭയത്തോടെ ദൈവത്തിന്റെ ശബ്ദമായി തീരാൻ. അമസ്യാവിന്റെ തലോടുന്ന ദൂതല്ല, ആമോസിന്റെ കീറിമുറിക്കുന്ന പ്രവചന ശബ്ദങ്ങൾ അടുത്ത ഞായറാഴ്ച മുതൽ ലോക്കൽ സഭകളിൽ മുഴങ്ങുന്നുവെങ്കിൽ
മുഴങ്ങുന്നുവെങ്കിൽ ഒരു തലമുറയെ ദൈവം എഴുന്നേൽപ്പിക്കും ഈ ദേശത്ത് നിന്നും. സെൻസേഷനലിസ്റ്റിക് പ്രീച്ചിങ് അല്ല, പ്രൊഫറ്റിക് പ്രീച്ചിങ്. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ചർച്ച് ഹിസ്റ്ററിയിൽ. ദൈവവചനം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ നെടുമ്പാട് വീണ് വിലപിച്ച് കരയുന്നവർ, തൂണുകളിൽ കെട്ടിപ്പിടിച്ച്, ജോനഥൻ എഡ്വാർഡ്സിന്റെ ഒക്കെ സമയത്ത് പ്രസംഗം ഒന്നുമില്ല പെരുപ്പിച്ച് പറയാൻ, ജസ്റ്റ് ദൈവവചനം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആളുകൾ പാപബോധത്തോടെ എഴുന്നേറ്റ് തൂണുകളിലൊക്കെ കെട്ടിപ്പിടിച്ച് വിലപിച്ച് കരയുന്ന ഒരു കാലം സഭാചരിത്രത്തിൽ ഉണ്ടായിരുന്നു. ഞാൻ വിശ്വസിക്കട്ടെ, ഈ കോൺഫറൻസ് നിമിത്തമായി, ഈ വചനങ്ങൾ നിമിത്തമായി നമ്മുടെ ലോക്കൽ സഭകളിലേക്ക് ദൈവം ഒരു സീസൺ അയക്കാൻ പോകുന്നു. A season of repentance, a season of restoration, a season of prophetic preaching, a season of Amos generation rising up for the glory of God. പ്രസംഗം. ഈ പ്രസംഗത്തിന് വേണ്ടിയാണ് ദൈവത്തിന് ആളുകളെ വേണ്ടിയത്. പ്രസംഗം ഒരു ഔട്ട്ഡേറ്റഡ് മിനിസ്ട്രി അല്ല. അതാണ് ഇന്നത്തെ ആവശ്യം. ഈ കോൺഫറൻസിന്റെ അവസാന നിമിഷങ്ങളിൽ ഞാൻ വായിച്ച് നിർത്താൻ പോകുന്നത് 2 തിമോത്തി chapter 4 verses 1 and 2 ആണ്. അതിലേക്ക് എല്ലാവരും ഒന്ന് തിരിച്ച് പൗലോസ് മരണം തൊട്ട് മുമ്പിൽ കാണുകയാണ്. അതിന് തൊട്ട് മുമ്പ് താൻ മെന്റർ ചെയ്ത മെന്റിയോട് പറയുന്ന ഒരു വാക്ക്, ഒരു ശബ്ദം ഇങ്ങനെയാ പറയുന്നത്: ഞാൻ ദൈവത്തെയും. ആ വാക്ക് എത്ര ലോഡഡ് ആണെന്നുള്ളത് ആ വേഴ്സ് ഒന്ന് ചിന്തിക്കണേ. ഞാൻ ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള, എന്ന് പറഞ്ഞാൽ തിമോത്തിയോസേ, റോമൻ സീസറെ ഒന്നും നീ പേടിക്കണ്ട. ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്താൻ പോകുന്ന ക്രിസ്തുവേശുവിനെയും സാക്ഷി നിർത്തി. നോക്കണം, ഞാൻ ദൈവത്തെയും ന്യായവിസ്താരത്തിൽ നിന്നെ വിധിക്കാൻ പോകുന്ന യേശുവിനെയും സാക്ഷി നിർത്തി നിന്നോട് പറയുന്നത്, അവന്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി നിന്നെ സത്യം ചെയ്ത് കൽപ്പിക്കുന്നത്. ഈ സമാപന നിമിഷങ്ങളിൽ വചനത്തിലൂടെ സത്യം ചെയ്ത് കൽപ്പിക്കുന്നത് നമുക്ക് സ്വീകരിക്കണം. എന്താണത്? വചനം പ്രസംഗിക്കുക. നമ്മുടെ കോൺഫറൻസുകളിൽ മാത്രമല്ല റിവൈവൽ അനുഭവപ്പെടേണ്ടത്. ഓരോ സൺഡേയിലും ദൈവത്തെയും വിധിക്കാൻ പോകുന്ന യേശുവിൻ്റെയും ഒരു ദർശനം. പുൾപിറ്റിലേക്ക് നടന്നു കയറുന്നവർ അവർ കാണുന്നത് മനുഷ്യരെ അല്ല, ദൈവത്തെയും എന്നെ ന്യായം വിധിക്കാൻ പോകുന്ന യേശുവിനെയും അവന്റെ ആഗമനത്തെയും മുമ്പിൽ കണ്ടുകൊണ്ട് വചനം സംസാരിച്ച് സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക. എന്തിനാ? ടു preach the word of God. There is power in the word of God. There is power in the blood of Jesus. ഇന്നലെ രാത്രി പറഞ്ഞതുപോലെ ദൈവവചനത്താൽ ഒരു ജയം നമ്മുടെ ലോക്കൽ ചർച്ചിൽ ദൈവം കൽപ്പിക്കാൻ പോകുകയാണ്. ഡിസ്യൂണിറ്റിയുടെ പരിഹാരം എന്നുള്ളത് കുറച്ചു പേരെ പൊളിറ്റിക്സ് കളിക്കുന്നതിലല്ല, വചനം പ്രസംഗിക്കുന്നിടത്ത് ഡിസ്യൂണിറ്റി മാറി യുണൈറ്റഡ് ആകാൻ പോവുകയാണ്. ആത്മീയ അന്തരീക്ഷം ഇല്ലാത്തടത്ത് എന്ത് ചെയ്യണം? വചനം മാറ്റിവെക്കുകയല്ല ചെയ്യേണ്ടത്. കുറച്ചുകൂടെ തീഷ്ണതയോടെ, കുറച്ചുകൂടെ പ്രാർത്ഥനയോടെ ദൈവവചനം സംസാരിക്കാൻ തുടങ്ങുമ്പോ ഈ ചുറ്റികയായ ദൈവത്തിന്റെ വചനം, ഏത് കല്ലിനെയും പൊട്ടിക്കുന്ന ദൈവത്തിന്റെ വചനം വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ ലോക്കൽ ചർച്ചുകളിൽ ഒരു വലിയ റിവൈവൽ തുടങ്ങാൻ പോവുകയാണ്. അത് വിശ്വസിക്കുന്നവർ കരങ്ങളെ തട്ടി, ദൈവമേ എന്റെ ചർച്ചിൽ അത് ചെയ്യണമേ, എന്നിൽ അത് ചെയ്യണമേ. അടുത്ത ആഴ്ച ഞാൻ പോകുമ്പോ may I see a difference in the atmosphere of the church. എന്റെ സഭയുടെ അന്തരീക്ഷത്തിൽ ഒരു സ്വാതന്ത്ര്യം, ആത്മാവിന്റെ ഒരു പുതുമ. ഞാൻ ഇതുവരെ കേട്ട പ്രസംഗം പോലല്ല, ഒരു പ്രാവചനിക ശബ്ദം എനിക്ക് കേൾക്കണം. അതിനായി എന്നെ ഉപയോഗിക്കണമേ. വരുക
ഒരുമിച്ച് നമുക്ക് ദൈവത്തിന്റെ കൂടെ നടക്കാം. അമസ്യാവിന്റെ കയ്യിൽ നമുക്ക് പിടിക്കണ്ട. നമുക്ക് ആമോസ് പ്രവാചകനെ പോലെ ദൈവത്തിന്റെ കൈ പിടിച്ചോണ്ട് നമുക്ക് നടക്കാം. കാരണം ഒരു പ്രത്യക്ഷത വരാൻ പോകുന്നു. ഏറ്റവും വലുതായ ഒരു സംഭവം ഈ ലോകം കാത്തിരിക്കുന്നത് ഭരണമാറ്റമല്ല, നമ്മുടെ ആത്മപണവാളൻ വരാറായി. നമുക്ക് വിശുദ്ധിയെ തികച്ചുകൊണ്ട് ഓടാം. നമുക്ക് സത്യങ്ങൾ കേൾക്കാം. കള്ളങ്ങൾ നമുക്ക് വേണ്ട. പ്രവചന ശബ്ദം കേട്ടുകൊണ്ട് ജഡത്തിലെയും ആത്മാവിലെയും കൺമഷങ്ങളെയും ഒക്കെ മാറ്റി ബുദ്ധിയുള്ള ആരാധനയായി നമ്മുടെ ശരീരങ്ങളെ തന്നെ യാഗമായി സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ വരവിനായി ഒരുങ്ങാൻ നമുക്ക്. ഈ ലോകത്തിലേക്ക് ആഴ്ന്നിറങ്ങാതെ ഉയരത്തിലെ ആ ശോഭയിലും ശക്തിയിലും വചനത്തിലേക്ക് മടങ്ങി വന്ന് യഹൂദയെ പോലെ ആകാതെ, ഇസ്രായേലിനെ പോലെ ആകാതെ, ബഥേൽ എന്ന് പേരെഴുതി വെച്ചാൽ അത് യഥാർത്ഥത്തിൽ ബഥേലാകട്ടെ. അവിടെ ദൈവ സാന്നിധ്യം ഇറങ്ങി വരട്ടെ. നമ്മുടെ ഹോളുകളിൽ ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ ഒരു കവിഞ്ഞൊഴുക്കുണ്ടാകട്ടെ. നമ്മുടെ ഹോളുകളിൽ വചനത്തിന്റെ സ്ഫോടകമായ മിനിസ്ട്രി ഉണ്ടാകട്ടെ. ഒരു ബോംബ് പൊട്ടിത്തെറിക്കുന്നത് പോലെ കുറിവാക്യം വായിക്കുമ്പോൾ തന്നെ അനുതാപത്തിലേക്ക് നയിക്കുന്ന ഒരു സീസണിനായി ആഗ്രഹിച്ചുകൊണ്ട് കൈയടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാം.